ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഹോളിഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഇന്ന് പിന്നെ സ്കൂളില്ലാത്തതിനെ കൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. അതിനെ കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ റീസെന്റ് ഞാൻ വാങ്ങിയ സുധാമൂർത്തിൻ്റെ ബുക്ക് ഇന്നത്തോടെ ഞാൻ കംപ്ലീറ്റ് ആക്കും. ലാസ്റ്റ് ചാപ്റ്റർ എത്തിക്കണേ. അപ്പം ഞാൻ അത് വായിച്ചുകൊണ്ട് തിന്നാൻ വിചാരിച്ച്. ഇപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഞാൻ തിന്നണ ടൈമിൽ വായിക്കുന്നതിനെ കൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഫോക്കസ് ആണ്. പിന്നെ സുധാമൂർത്തിൻ്റെ ബുക്സ് ത്രില്ലർ ഒന്നും അല്ലെങ്കിലും ഈ ബുക്സ് ഒക്കെ ഞാൻ വേവേ വായിച്ച് തീരലുണ്ട്. ഇത് ഞാൻ മിനിഞ്ഞാന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഇന്നത്തോടെ എന്തായാലും കംപ്ലീറ്റ് ആവും. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഒരു സുധാമൂർത്തിൻ്റെ ബുക്സ് വലിയ ഇഷ്ടമായില്ലെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നല്ലൊരു ബുക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓദറിന് ഇഷ്ടപ്പെടുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചു. എൻ്റെ അനിയൻ പിന്നെ എന്നെക്കാളും നേരത്തെ എണീക്കലുണ്ടെങ്കിലും ഓൻ്റെ പൊതുപ്പും ഞാൻ മടക്കി വെക്കണം. പിന്നെ ഈ പൊതുപ്പും മടക്കി വെക്കല് എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ സാധാരണ ഞാൻ നീച്ച പാടാണ് അതൊക്കെ ചെയ്യല്. ഇന്ന് പിന്നെ എനിക്ക് കുറച്ച് വിശന്നതിനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് ഫുഡ് കഴിച്ചത്. ഇത് പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ വിരിച്ചിട്ടുള്ളൂ. അതിനെ കൊണ്ട് ഞാൻ മാറ്റാനൊന്നും നിന്നിട്ടില്ല. ഇനി ബെഡ്ഷീറ്റ് കട്ടിന്റെ അടിയിലേക്ക് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കട്ടിലിന്റെ മുകളിലേക്ക് തൽക്കാണിയൊക്കെ വെച്ച് പിന്നെ ലൈറ്റ് ഇട്ടിട്ടും റൂം എന്തോ ഇരുണ്ട് കൂടിയ മാതിരി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കർട്ടനൊക്കെ ഒന്ന് പോയി പൊന്തിച്ച് പിന്നെ എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചിക്കാണ്. പിന്നെ എന്റെ റൂമത്തെ ഈ ബുക്സും ഫ്രെയിമും വരുന്ന ആ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബെഡൊക്കെ വൃത്തിയാക്കിയപ്പോ ഒരു സമാധാനമായി. ഇനി നമുക്ക് ഡെസ്ക് വൃത്തിയാക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കലണ്ടറിൽ കറക്റ്റ് ഡേറ്റ് വെച്ച് പിന്നെ ഇപ്രാവശ്യം വാങ്ങിയ ബുക്സ് ഒന്നും എന്റെ ഷെൽഫ് മേൽ കൊള്ളാത്തതിനെ കൊണ്ട് ഞാൻ അതിന്റെ ഡെസ്കുമ്പോൾ തന്നെ വെച്ചതാണ്. ആകെ ഈ സുധാമൂർത്തിന്റെ ബുക്ക് മാത്രമേ അതിന്റെ മുകളിൽ കൊള്ളുള്ളൂ. ഇത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ കംപ്ലീറ്റ് ആക്കിയതിനെ കൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് ഇനി വേറൊരു ഷെൽഫ് വാങ്ങിയിട്ട് ഒന്നെങ്കിൽ ഇതിന്റെ അടിയിൽ വെക്കണം അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കണം. പിന്നെ ഇന്ന് ഞാൻ ദ ഇൻമെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം പിന്നെ ഞാൻ ഫ്രീഡ മെക്ഫേഡിന്റെ 4 ബുക്സ് ആണ് വാങ്ങിയത്. ദ ഇൻമെയ്റ്റ്, ദ കോവർക്കർ, ദ ടീച്ചർ ആൻഡ് ദ ക്രാഷ്. പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ അതൊക്കെ ഈ സൈഡിലേക്ക് വെച്ചിക്കണേ. പിന്നെ ഈ ഒരു ബ്ലാക്ക് ജേർണൽ ബുക്ക് ഞാൻ മിസ്റ്റർ DIY വാങ്ങിയതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. ബ്ലാക്ക് കളറായതിനെ കൊണ്ട് തന്നെ ഞാനൊരു സിൽവർ പെന്ന് വെച്ചിട്ട് തന്നെ എഴുതിയത്. പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ജേർണലൊക്കെ ചെയ്തിക്കണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ഈ സ്റ്റാമ്പൊക്കെ എവിടെ ചെയ്തത്? സ്റ്റാമ്പൊക്കെ ഞാൻ ശരിക്കും ബാക്കിലാണ് ചെയ്യലേ. ആദ്യം ഞാൻ സിസേഴ്സിനോട് കട്ട് ചെയ്തിട്ട് അതിന് ചെയ്യല്. ഇപ്പൊ പിന്നെ സ്റ്റാമ്പിന്റെ പഞ്ച് വാങ്ങിയതിനെ കൊണ്ട് അതാണ് ഉപയോഗിക്കല്. പിന്നെ ഇന്നലത്തെ ബുള്ളറ്റ് ജേർണൽ എനിക്ക് ചെയ്യാണ്ടേനും. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഈ ഒരു ബുക്ക് ഇത്ര കട്ടുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് കഴിയാനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കഴിയാനാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഏകദേശം ഒരു പകുതിയൊക്കെ എത്തിക്കണേ. പിന്നെ മെയ്ത്തെ ബുള്ളറ്റ് ജേർണൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ, അതിനെ കൊണ്ടാണ്. അങ്ങനെ ഞാൻ ഈ ബുള്ളറ്റ് ജേർണലിന്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ സാധാരണ ഞാൻ ഈ കമന്റ്സ് സ്ക്രോൾ ചെയ്തിട്ടാണ് ഈ പേരൊക്കെ ചൂസ് ചെയ്യല്. ഈ ബുള്ളറ്റ് ജേർണലിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ്. പിന്നെ ഞാനിപ്പോ ഉപയോഗിക്കുന്ന കുറെ പെൻസിൽ ഞാൻ കൂടുതലും ഡൈക്കർ സ്മാർട്ട് വാങ്ങിയതാണ്. പിന്നെ ആ പണിപാടി കഴിഞ്ഞതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് ദ ഇൻമെയ്റ്റ് പറഞ്ഞുള്ള ബുക്ക് വായിച്ചു തുടങ്ങാന്ന്. ഈ ഒരു ബുക്കിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര തിന്നതിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം മുറിയും. അതിനെ കൊണ്ട് തന്നെ ഇത് ഊരാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഞാൻ മറ്റേ ബുക്ക് വായിച്ച് തീരാൻ വേണ്ടി കാത്തിക്കാനും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് സാധാരണ ബുക്സ് വായിക്കുന്ന ടൈമിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവലുണ്ട്. പക്ഷെ ത്രില്ലേഴ്സ് ആവുന്ന ടൈമിൽ ആ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം ബുക്ക് കുറെ നേരം വെറുതെ നോക്കി. പിന്നെ ഈ പുതിയ ബുക്സിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുക്കിനാണെങ്കിൽ പ്രത്യേകിച്ച് എന്തോ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് തന്നെ ബുക്ക് വായിക്കാൻ തുടങ്ങി. പിന്നെ വായിക്കുന്ന ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പൊസിഷനൊന്നും വേണമെന്നില്ല. ഞാൻ എവിടെ ഇരുന്നാലും വായിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ കട്ടുമല ഇരുന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ഞാൻ കടന്നിട്ടൊക്കെയും വായിക്കുന്നുണ്ടാവാം. പിന്നെ വായിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ്. അത് നിങ്ങളൊരു വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ത്രില്ലേഴ്സ് ഒക്കെ വായിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇതിപ്പോ സ്റ്റാർട്ടിങ് ആയതിനെ കൊണ്ട് തന്നെ ഞാൻ കുറച്ചേരം വായിച്ചിട്ട് ബുക്ക് അവിടെ വെച്ചിട്ട് ഞാൻ എണീച്ചു പോയി. പിന്നെ ദ ഇൻമെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിന്റെ ഫ്രീഡ മെക്ഫേഡിന്റെ 3rd ബുക്കാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഫ്രീഡ മെക്ഫേഡിന്റെ 3ാമത്തെ ബുക്കാണ് ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ദ ലോക്ക്ഡ് ഡോർ വെച്ചിട്ട് തുടങ്ങിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് കുറച്ച് തോന്നെ ബുക്സ് വാങ്ങാൻ വിചാരിച്ചേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫൺഫ്യൂ എന്ന് വാങ്ങിയ ഒരു വുഡൻ ചെസ്സിന്റെ വീഡിയോ ഇട്ടിണ്ടേനും. അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഡോൾ ഹൗസ് ഉണ്ടാക്കുന്ന ഒരു സെറ്റും വാങ്ങിയിട്ടുണ്ടേനും. അപ്പൊ ഇന്ന് ഞാൻ അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ ഇതിന്റെ മുകളിലും മറ്റേ ബുക്കിന്റെ മാതിരി തന്നെ ഒരു കവർ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ 2 ഷീറ്റ് മാതിരിയാണ് വരുന്നത്. ഇത് ഏകദേശം ഒരു പസിലൊക്കെ പോലെ തന്നെയാണ്. നമ്മളിത് എവിടെ വരുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റ് അത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുകളിൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എവിടെ വെക്കേണ്ടതെന്നുള്ളത് വേഗം മനസ്സിലാവും. പിന്നെ സാധാരണ നമ്മളൊരു സാധനം ഉണ്ടാക്കുന്ന ടൈമിൽ അതിന്റെ കൂടെ നമുക്ക് മാനുവൽ കിട്ടില്ല. പക്ഷെ ഇതിന്റെ മുകളിൽ അതൊന്നും ഇല്ല. കാരണം അതില്ലാതെ തന്നെ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും.
അങ്ങനെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് പഠിക്കാൻ വിചാരിച്ച്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഉച്ചക്ക് ആവാനായിക്കണേ. ഫസ്റ്റ് തന്നെ എനിക്ക് മാത്സിൽ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ചെയ്യാൻ വിചാരിച്ച്. ഇപ്പൊ നമുക്ക് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററാണ് ഇരിക്കുന്നത്. ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, അതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ റൂമിൽ സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ കൂടുതൽ എഴുതലൊക്കെ ടേബിൾ തന്നെയാണ്. കാരണം അവിടെ പിന്നെ സാധനങ്ങളൊക്കെ എനിക്ക് വിശാലമായിട്ട് വാരി വിതറിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് ഞാൻ തന്നെ വൃത്തിയാക്കണം എന്നുള്ളൂ. ഇന്നത്തെ ഹോംവർക്ക് പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതേനും. സ്ക്വയറും റോംബസും വെച്ചിട്ട് അതിന്റെ സൈഡ്സും ആംഗിൾസും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേനും അത് ഞാൻ വേഗം ചെയ്ത് കഴിഞ്ഞിരിക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ലീവ് ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ബുക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണത് തന്നെ. മാത്സിൽ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ടഫ് ഉണ്ടാവുക ഇതിന്റെ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ആയിരിക്കുന്നതാണ്. അതിലും മൊത്തം ഏതൊക്കെയോ സിവിലൈസേഷൻ നമ്പർ സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിനെക്കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ റേസിന്റെ ക്ലാസ് കേട്ട്. ഇപ്പൊ പിന്നെ മഴ കൊണ്ട് സ്കൂളൊക്കെ ലീവല്ല, അതിനെക്കൊണ്ട് ഇവരിപ്പോ ഫ്രീ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അടി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കിക്കോളി. ഇത് കാണുന്ന ടൈമിൽ തന്നെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എനിക്കിത് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ചില ടൈമിൽ ഈ സിമ്പിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇത് പിന്നെ ഒരു നമ്പർ സിസ്റ്റത്തിൽ തന്നെ വേറെയും കുറെ നമ്പേഴ്സ് ഉണ്ട്. ഇതിപ്പം ഒരു നമ്പർ സിസ്റ്റം ആണെങ്കിലും ഇതിൽ പക്ഷെ കുറെ സിവിലൈസേഷൻ്റെ ഇതൊക്കെ ഉണ്ട്. അതും ഓരോന്നിലും ഓരോ റൂൾസും ഓരോ നമ്പർ സിസ്റ്റം ഒക്കെ. അത് മാത്രമല്ല അത് ഓരോന്നിലും ഓരോ നമ്പേഴ്സും ആണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മൊത്തത്തിൽ ഇപ്പൊ കൺഫ്യൂഷൻ ആയി ഉണ്ടാവും. മാത്സ് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം നേരെ പോയിട്ട് സയൻസ് പഠിക്കാൻ വിചാരിച്ച്. നമുക്കിപ്പോ ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ തന്നെ കുറച്ച് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇന്ന് പിന്നെ ഞാൻ ക്ലാസ്സസ് കേട്ടുകൊണ്ട് തന്നെയാണ് നോട്ട്സ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്നും മിസ്സാവാതെ എഴുതാലോ. ഞാൻ ഈ സ്കൂൾ തുറന്ന പടി ഈ സ്റ്റിക്കി നോട്ടിന്റെ പൗച്ചിൽ വെച്ച ടൈമിൽ നല്ല കട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഉപയോഗിച്ച് അതിന്റെ കട്ടി നല്ലോണം കുറഞ്ഞിക്കണേ. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ ഒരു 7 പേപ്പറും പടേ ഉള്ളൂ. എന്റെ അടുത്ത് ഇതേമായിട്ട് വേറെയും കുറെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ടെക്സ്റ്റ് ബുക്സിൽ ഈ ഒരു കളർ സ്റ്റിക്കി നോട്ട് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. കൂടുതൽ എന്റെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കല് സോഷ്യൽ അല്ലെങ്കിൽ സയൻസ് ക്ലാസ്സിലാണ്. കാരണം അതിലാണ് കൂടുതൽ വൺ വേർഡ്സ് ഒക്കെ ഉണ്ടാവല്. പിന്നെ എന്റെ അടുത്തുള്ള സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒരു ഫ്ലൂറസന്റ് വയത്തെ കളേഴ്സ് ആണ്. അതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വെക്കുന്ന ടൈമിൽ എനിക്ക് എന്തോ മരിയാണ്. കൂടുതൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മദ്രസയിൽ ഇരുന്ന് പഠിക്കാൻ വിചാരിച്ച്. ഇപ്പൊ പിന്നെ മദ്രസയിൽ എക്സാം നടന്നുകൊണ്ടിരിക്കണതിനെ കൊണ്ട് പഠിക്കാതിരിക്കാൻ പറ്റൂല. ഈ ഒരു പൗച്ച് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇതിൽ കുറെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിനെക്കൂടി നമുക്ക് എത്ര വേണമെങ്കിൽ സാധനങ്ങൾ വെക്കാം. മദ്രസയിൽ കൂടുതൽ ഞാൻ എഴുതലൊക്കെ അവിടെ തന്നെയാണ്. പക്ഷെ പഠിക്കല് എക്സാമിന്റെ തലേന്നാണെന്നുള്ളൂ. കാരണം തലേന്ന് പഠിച്ചാലേ അതൊക്കെ എക്സാമിന് ടൈമിൽ എനിക്ക് തലയിലുണ്ടാവുള്ളൂ. കഴിഞ്ഞ കൊല്ലം വരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ എക്സാമിന്റെ മുന്നേ തന്നെ പഠിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇന്നലെ ഞാൻ കുറച്ചു നേരം പഠിച്ചിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ ബാക്കി പഠിച്ചതിന് ശേഷം ബുക്കൊക്കെ എടുത്തു വെച്ച്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ചക്ക് അയക്കണ്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് കുളിക്കാൻ വിചാരിച്ച്. പിന്നെ ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങല്. അപ്പത്തിനൊക്കെ എന്തായാലും ചോറ് നല്ല ടൈമും ആവും. അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ബുക്ക് വായിച്ചും കൊണ്ട് കിടന്ന്. എന്നിട്ട് ഞാൻ വേഗം പോയി നിസ്കരിച്ച്. അത് കഴിഞ്ഞ് ഞാൻ കുറെ നേരം പിന്നെയും പോയിന്ന് വായിച്ച്. ഞാൻ ഈ ത്രില്ലേഴ്സ് വായിക്കുന്ന ടൈമിൽ എനിക്ക് ക്യൂരിയോസിറ്റി അടങ്ങാൻ കഴിയാതെ ഞാൻ ഇങ്ങനെ വെറുതെ പേജസ് മറിച്ച് നോക്കലുണ്ട്. ആ ടൈമിലാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് ട്വിസ്റ്റ് ഒക്കെ അങ്ങോട്ട് കാണും. ആ ടൈമിലാണെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം പിടിക്കുകയും ചെയ്യും. പക്ഷെ തെറ്റിന്റെ ഭാഗത്താണ്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച്. ഇന്ന് പിന്നെ നമുക്ക് ചോറും ചെമ്മീൻ കറിയും. അതിന്റെ കൂടെ തന്നെ നമ്മ സൈഡിൽ കുറെ സാധനങ്ങൾ വെച്ച് നിൽക്കണേ. പിന്നെ എനിക്ക് ഈ പാക്കറ്റിൽ ഉണ്ടാകുന്ന തൈര് തീരെ ഇഷ്ടമല്ല. ഞാൻ ആകെ ഈ തൈര് മാത്രമാണ് കൂട്ടല്. പിന്നെ ഞാൻ അതിന്റെ സൈഡിൽ കുറച്ച് കക്കിരിക്കും ക്യാരറ്റ്സ് ഒക്കെ വെച്ച്. പിന്നെ ഈ ഒരു അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറച്ച് തോനെ തന്നെ സൈഡിൽ വെച്ചിക്കണേ. അങ്ങനെ ഞാൻ വേഗം തിന്നാൻ വന്നിരുന്നു. പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കണത് തന്നെ ബുക്കും കൊണ്ടാണ്. ഇനിയിപ്പോൾ തിന്നായിട്ട് ഞാൻ ഒരു 2 ചാപ്റ്റർ വായിക്കി. അത് അവിടെ നിന്ന് എനിക്കുണ്ടാവില്ല. ഞാൻ തിന്നാൻ തുടങ്ങിയ പാടെ അങ്ങനെ വായിക്കില്ല. ഒരു സെൻറ്റർ ഭാഗത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് ഞാൻ വായിക്കാൻ തുടങ്ങല്. തിന്നിട്ട് ഞാൻ കുറെ നേരം അവിടെ വായിച്ച് നമ്മൾ ഉമ്മ വേഗം പോയിട്ട് കൈ കൂടുന്നേ. അങ്ങനെ ഞാൻ ബുക്കൊക്കെ അവിടെ വെച്ചിട്ട് പാത്രം എടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി. പിന്നെ എന്റെ വീട്ടിൽ ഞാനായാലും അനിയനാണെങ്കിലും TV കണ്ടുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കില്ല. ഇന്ന് പിന്നെ നമ്മൾ 2 ആളും പാടിയാണല്ലോ കാണുന്നത്. അതിനെക്കൊണ്ട് കച്ചറുണ്ടാക്കാതെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞു ബാലൻ സിനിമ കണ്ടോളിന്ന്. സാധാരണ നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കാണല്ലേ. ഇന്ന് പിന്നെ നമ്മൾ വിചാരിച്ച G5 തന്നെ കാണാന്ന്. ഈ സിനിമന്റെ പാട്ടൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് കാണാൻ വേണ്ടിയിട്ടൊരു ചാൻസും കിട്ടിയത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒന്നും മറക്കണ്ട.